ഒന്ന് രണ്ട് ദിവസമായിട്ട് നിങ്ങളും പത്രത്തിൽ ചാനലിലൊക്കെ ആയിട്ട് കണ്ടു കാണും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950 പേർ. എൻ്റെ അമ്മേ, 950 പേര് തട്ടിക്കളയാനുള്ള ലിസ്റ്റുമൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഇവന്മാർ നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പക്ഷെ പ്രശ്നം അതല്ല. ആരെ ഈ 950 പേര്? കേരളത്തിൽ ഏകദേശം 4 കോടി ജനങ്ങളുണ്ട്. ഇതിൽ അവർ പറയുന്നത് നോൺ മുസ്ലിങ്ങളെ കൊന്നുകളയും എന്നാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഒരു 30% ഉണ്ടെന്ന് വെച്ചു. ഒരു 1.25 കോടി അത് പോയി. ബാക്കി പോയി കഴിഞ്ഞാൽ ഒരു 2.25 കോടി ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും മറ്റ് കണ്ടപത്രാദി ജൈനൻ ബുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പുചവറ് എല്ലാം കൂടെ ചേർത്ത് ഒരു 2.25 കോടി എണ്ണം വരും. അതിൽ കുറേ എണ്ണം എന്നെ പോലത്തെ കിളവന്മാർ ചത്തുപോയാലും ഒരു ചുക്കും ഇല്ലാത്തവരാണ്. പക്ഷേ ഈ 950 കിളവന്മാരൊന്നും ആകാൻ സാധ്യതയില്ലല്ലോ. കിളവന്മാരെ കൊന്നിട്ട് എന്ത് കിട്ടാനും? എന്നെ ഇപ്പോൾ പോപ്പുലർ കൊണ്ട് കൊന്നു കളഞ്ഞു എന്ന് വെച്ചോ, ചത്തുപോകുക, അല്ലാതെ പ്രയോജനമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തോളും. പക്ഷേ ഈ ചെറുപ്പക്കാരും മറ്റേ സമുദായത്തിലും നിലയും വിലയുള്ളവരും സമാജത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയക്കാരും ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ തട്ടിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ഞാനിത് തുനിഞ്ഞ് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും കൊല്ലാൻ പോകുമ്പോൾ ഇത് എന്താ സംഗതിയെന്ന് അറിയണ്ടേ? അപ്പോൾ ഇത് പത്രത്തിൽ ഇങ്ങനെയൊക്കെ വന്നു, NIA പറഞ്ഞു. എടാ എവിടെ പറഞ്ഞു? അതറിയണ്ടേ? എവിടെ പറഞ്ഞ ആ കടലാസ് എവിടെയെന്ന്? ഇത് ഒരു മനുഷ്യനും തരികയില്ല. അവസാനം ഞാൻ തപ്പി പോയിട്ട് ഇൻ ദ സ്പെഷ്യൽ കോർട്ട് ഫോർ ദ ട്രയൽ ഓഫ് NIA കേസസ് എറണാകുളത്തെ NIA കോർട്ട്, ശ്രീ PK മോഹൻദാസ്, ജഡ്ജ്, സ്പെഷ്യൽ കോർട്ട് ഫോർ ദ ട്രയൽ ഓഫ് NIA കേസസ്. എൻ്റെ ദൈവമേ, എൻ്റെ തന്നെ പേരാണ് അങ്ങേര്. ഇനി അങ്ങേരാണെന്ന് പറഞ്ഞിട്ട് എന്നെ തട്ടിക്കളയുമോ? എന്തെങ്കിലും ആയിക്കോട്ടെ. PK മോഹൻദാസാണ് ജഡ്ജി. വെനസ്ഡേ 11th day of June 2025, ജൂൺ 11-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവിലാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ 955, 968 ഒക്കെ ഇരിക്കുന്നത് ഈ ഉത്തരവിലാണ്. ഈ ഉത്തരവ് ഞാൻ വായിക്കാം. അതിനു മുമ്പ് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പാലക്കാട് ഒരു ശ്രീനിവാസൻ, സംഘപരിവാറിൽപ്പെട്ട ആൾ, BJP ആവാം, RSS ആവാം, രണ്ടും ചേർന്നതാവാം, എന്തുമായിക്കോട്ടെ, ഒരു സംഘപരിവാർ പ്രവർത്തകൻ, ഒരു ലോക്കൽ നേതാവാണ് ശ്രീനിവാസ്. ഈ ശ്രീനിവാസിനെ കൊന്നുകളഞ്ഞ് ഒരു 16/4/2022 ഏപ്രിൽ 16-ാം തീയതി നിഷ്ഠൂരമായ കൊലയായിരുന്നു. പട്ടാപ്പകലായിരുന്നു. സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ വന്നിട്ട് വെട്ടിയും കുത്തിയും ഒക്കെ കൊന്നിട്ട് ഇവർ കടന്നു കളഞ്ഞു. സംഗതി വലിയ ബഹളമായി, ഒന്നും പറയണ്ട. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, ഒരുപാട് പേര് ജയിലിലായി, ഒരുപാട് പ്രതികൾ. പിന്നെ നമ്മൾ സാധാരണ പോലെ CCTV അതിലേ പോകുന്ന കണ്ടു, ആയുധം അവിടെ കുഴിച്ചിട്ടു, അത് തെളിവെടുപ്പിക്കുന്നു, ഒന്നും പറയണ്ട. ഈ ചെണ്ടകൊട്ടക്ക് നടക്കുന്നതിനിടയ്ക്ക് നമ്മളുടെ പോപ്പുലർ ഫ്രണ്ടിന് 2022 സെപ്റ്റംബർ 28, അതായത് ഏപ്രിൽ 16 ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. സെപ്റ്റംബർ 28, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6-ാം മാസത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നു. നിരോധിക്കപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. ശ്രീനിവാസൻ കേസ് സെപ്റ്റംബറിൽ നിരോധനം, ഡിസംബറിൽ ശ്രീനിവാസൻ്റെ കേസ് NIAക്ക് വിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവാകുന്നു 19/12/22. ഇതാണ് കേസിൻ്റെ പ്രധാനപ്പെട്ട 3 ഡേറ്റുകൾ. കൊല്ലപ്പെട്ട ഡേറ്റ് 16/4, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാൻ 28/11, NIA ഈ കേസ് ഏറ്റെടുക്കുന്നത് 19/12. ഈ ബാനും ഈ ശ്രീനിവാസൻ മർഡറും തമ്മിൽ വാസ്തവത്തിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇതിലൊരു ഡിലേ വന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത് പിന്നെയും 1 മാസം കഴിഞ്ഞിട്ടാണ് ശ്രീനിവാസൻ മർഡർ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്. അതുവരെ അതൊരു മർഡർ കേസാണ്, വെറും മർഡർ കേസ്. അതിനുശേഷം അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ
ഇതിന് മതപരമായ ഒരു ആംഗിൾ ഉണ്ടെന്നും ഇതിൽ പോപ്പുലർ ഫ്രണ്ട് ഇൻവോൾവ് ആണെന്നും ഒക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് NIAക്ക് വിടുന്നത്. അങ്ങനെയാണ് NIA കോടതി രംഗത്ത് വരുന്നത്. ഇതിൽ നിരവധി പ്രതികൾ അറസ്റ്റിലായി ജയിലിലാണ്. ചിലർക്കൊക്കെ ജാമ്യം കിട്ടി, ഒരുപാട് പേർക്ക് ജാമ്യം കിട്ടിയിട്ടുമില്ല. അതിൽപ്പെട്ട ഒരു 4 പേരുടെ ജാമ്യാപേക്ഷയാണ് ഈ PK മോഹൻദാസ് എന്ന NIA ജഡ്ജിയുടെ മുമ്പിൽ വന്നത്. 1 മുഹമ്മദ് ബിലാൽ, 2 റിയാസുദ്ദീൻ. മുഹമ്മദ് ബിലാൽ എന്ന ആളിനെ വിളിക്കുന്നത് ബിലാൽ എന്നാണ്, 25 വയസ്സേ ഉള്ളൂ. റിയാസുദ്ദീനെ വിളിക്കുന്നത് റിയാസ് എന്നാണ്, അയാൾക്ക് 37 വയസ്സ്, 2023 37 വയസ്സ്. പിന്നെ ജാമ്യം വേണ്ടിയിരുന്നത് അൻസാർ KP, അയാൾക്ക് 29 വയസ്സ്, സഹീർ KV 34 വയസ്സ്. ഈ 4 പേരാണ് ജാമ്യത്തിനായിട്ട് കോടതിയിൽ വന്നത്. അവരുടെ സിമ്പിൾ അപേക്ഷയാണ്, ഞങ്ങൾ 3 വർഷമായി തടവിൽ കിടക്കുന്നു. ഈ കേസിൽ 1000 സാക്ഷികളുണ്ട്, ഏകപ്പെട്ട പ്രതികളും പിന്നെ അതുകൂടാതെയുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ഇത് വിചാരണ കുറേ കാലം നീണ്ടുപോകും. ഇത്രയും കാലം ഞങ്ങളെ ജയിലിലിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ശുദ്ധ പാവങ്ങളാണ്. മനസ്സ വാച ലക്ഷ്മണ ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ല. ഞാനതിലേ പോയതേ ഉള്ളൂ, ഞാനിതൊന്നും കണ്ടില്ല. ഞാനൊരൊച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഇങ്ങനെയൊക്കെ തരികിടയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില നേതാക്കൾക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി അതിൽ ചില ഗീർവാണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഒരു പറച്ചിലുണ്ടല്ല, സുപ്രീം കോടതിയിലിരുന്ന് എന്തും പറയാമല്ലോ, സുപ്രീമല്ലേ, അതിനപ്പുറത്തേക്ക് പിന്നെ കോടതിയിലില്ല. ഇയാൾ പ്രഖ്യാപിച്ചതാണ്, നമ്മൾ തലയിലായി. ഇതാണ് സുപ്രീം കോടതി. അപ്പോൾ അങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ സുപ്രീം കോടതിയൊക്കെ നടത്തുന്നുണ്ട്. അതുമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സുപ്രീം കോടതിയിലെ കേസുമൊക്കെ കാണിച്ചിട്ട് സമക്ഷത്തിൽ നിന്ന് ഉത്തരവായിട്ട് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ജാമ്യം തരണം. ഇതാണ് ഈ പ്രതികളുടെ ആവശ്യം. ആരുടെ? മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KV. ഈ 4 പേരുടെ ആണെങ്കിലും 2 ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാരണം 2 പേര് ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു, അടുത്ത 2 പേര് വേറൊരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ജഡ്ജ്മെൻറ്റ് വേണമല്ലോ. പലപ്പോഴും കണ്ടൻറ്റ് സെയിം ആയിരിക്കും, പക്ഷേ ജഡ്ജ്മെൻറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. ഹൈക്കോടതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ 4 പേരുടെയും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ ജഡ്ജ്മെൻറ്റായിട്ട് ഒരേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആണ്, ഒരേ കേസാണ്, അതുകൊണ്ട് ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ജഡ്ജ്മെൻറ്റ് എഴുതിയെന്ന് വരാം. അപ്പോൾ ഇതിൽ ഇവരിങ്ങനെ പദമൊക്കെ പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം. ജാവേദ് ഗുലാം നബി ഷെയ്ഖിനെ മറ്റേ സുപ്രീം കോടതി വെറുതെ വിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു. NIA ഇതിനെ ഒപ്പോസ് ചെയ്തു. NIA പറഞ്ഞു, ഇവന്മാർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല. ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ജയിലിലിട്ടിരിക്കുന്നവരും കഠിനമായ വേറെ ഏതെങ്കിലും ആൻഡമാൻ ജയിലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വേണം ഈ ചരക്കുകളൊക്കെ ഇടാൻ. അതിനെന്താ കാരണം? ഇവർ ബീയിങ് ആക്റ്റീവ് കേഡേഴ്സ് ഓഫ് പോപ്പുലർ ഫ്രണ്ട് നോയിങ്ലി ആൻഡ് ഇൻറ്റൻഷനലി ബിക്കെയിം പാർട്ട് ഓഫ് ദ ലാർജർ കോൺസ്പിറസി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി ടു എനാക്ട് ദെയർ ഇന്ത്യ 2047 അജണ്ട ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇസ്ലാമിക് റൂൾ ഇൻ ഇന്ത്യ. 2047 ഇന്ത്യ 2047 എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് എൻ്റെ ദൈവമേ, ഞാനുള്ള കാര്യം നിങ്ങളോട് പറയാം. ഈ ഡോക്യുമെൻ്റ് എനിക്കും കിട്ടിയതാണ് ഒരു കോപ്പി വാട്സാപ്പിൽ. എന്നോട് സ്നേഹമുള്ള ഒരു പത്രപ്രവർത്തകൻ അയച്ചതെന്നാണ്. ചേട്ടാ ഇത് കണ്ടില്ലേ? ഞാനതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് പൊങ്ങച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2047 അപ്പടിച്ച് ഇപ്പോഴും മറ്റേ എന്താ ഉമ്മ നിലവിൽ വരും, മറ്റേ ഖാലിഫ് നിലവിൽ വരും, ഇങ്ങനെയൊക്കെ. ഞാൻ എന്ത് വേണ്ടായിരുന്നു, ചുമ്മാ കൊച്ചു പിള്ളേരുടെ ഓരോ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് തള്ളി. അന്ന് ഈ ശ്രീനിവാസൻ മധു ഉണ്ടായിട്ടില്ല, നാരായണൻ മധു ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനിതിന് ഗൗരവം കൊടുത്തില്ല. എനിക്കറിയാം ഇത് ഇത്ര വലിയ കലാപരിപാടിയാണെന്നുള്ളത്. ഇവരൊരു 4-3-7 പേരുണ്ട്. തേജസ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. എനിക്കറിയാവുന്ന ഒരു ചെറുക്കനാണ് ആ പത്രം വിതരണം ചെയ്യുന്നത്. ചേട്ടാ ഒരു പത്രം എടുക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇട്ടുതരടാവുകയായിരുന്നു. ഒരു തേജസ് പത്രവും എനിക്ക് വന്നുകൊണ്ടിരുന്നു. അതിനകത്ത് അയ്യോ
ഹിന്ദുക്കളെയൊക്കെ നിങ്ങളെയൊക്കെ വിട്ട് ഞാനിത് വായിച്ച് ചിരിക്കുകയും ചെയ്യും. കാരണം ഓരോരുത്തർ സ്വപ്നം കാണാൻ ടാക്സ് ഒന്നുമില്ലല്ലോ എന്ന്. അവയെല്ലാവരെയൊക്കെ കൊന്നിട്ട് ഖിലാഫത്ത് അധികാരത്തിൽ വരുന്നതായിട്ട് അവർ സ്വപ്നം കാണുന്നു. അതവർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. എങ്ങനെയെങ്കിലും തൊലയിട്ടെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും വേണ്ടിയില്ല. അങ്ങനെ ഞാൻ ഈ ഇന്ത്യ 2047 അജണ്ട എന്നുള്ള ഒരു ലഘു പുസ്തകം അത് എനിക്ക് വാട്സാപ്പിൽ PDF ആയിട്ട് കിട്ടിയത് ഞാൻ കളഞ്ഞു കുളിച്ചു. ശങ്കരാടി പറഞ്ഞ പോലെ ഇന്ന് ഞാനതിൽ ഖേദിക്കുന്നു. പക്ഷേ ഖേദിച്ചിട്ട് കാര്യമില്ല, പോയില്ല, സാധനം പോയില്ല, പോട്ടെ. അപ്പോൾ ദേ കമ്മിറ്റഡ് കോൺസ്പിറസി ടു ഡു എവേ ഹിന്ദു ലീഡേഴ്സ്. ഹിന്ദു നേതാക്കളെ മുഴുവൻ ഭാഗപെരുത്താൻ തീരുമാനിച്ചു. In furtherance of the conspiracy, preparation was done, committing terrorist act murder of any available Hindu leader with the intention of creating terror in the minds of Hindu community and among public at large, which resulted in the murder of Srinivasan on 16/4/2022 by the PFI cadres. അപ്പോൾ ശ്രീനിവാസനെ കൊന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സമൂഹത്തിലും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ മനസ്സിലും ഭയമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ പറയുന്നവർക്ക് ശ്രീനിവാസനോട് പ്രത്യേകിച്ച് വിരോധമോ വൈരാഗ്യമോ വിപ്രവൃത്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ നടന്നു പോയ ശ്രീനിവാസനെ പിടിച്ചു നിർത്തിയിട്ട് വെട്ടിക്കൊന്നു. എന്തിനു കൊല്ലണം? നമുക്കൊരാളോട് വിരോധം അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പിടിച്ചു പറയാൻ ഒന്നുമില്ല. 10 പൈസ ശ്രീനിവാസൻ്റെ എന്ന് അവർ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് അവരെടുത്തിട്ടുമില്ല. അപ്പം എന്തിനു കൊന്നു? ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ, പൊതുവെ സമാജത്തെ ഭയപ്പെടുത്താൻ, നോൺ മുസ്ലിങ്ങളെയൊക്കെ ഭയപ്പെടുത്താൻ. കുറച്ച് മുസ്ലിങ്ങളും ഭയക്കുമില്ല. ഞങ്ങൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ നിൻ്റെയൊക്കെ അനുഭവം ഇതായിരിക്കുമടാ എന്ന് പറഞ്ഞ് മുസ്ലിം പുരുഷന്മാരെ ഭയപ്പെടുത്തുക. ഞങ്ങൾ പറയുന്ന പോലെ ചാക്കിൽ കയറി, കറുത്ത ചാക്കിനുള്ളിൽ കയറി നടന്നില്ലെങ്കിൽ നിൻ്റെയൊക്കെ അനുഭവം ഇതായിരിക്കും എന്ന് മുസ്ലിം സ്ത്രീകളെ ഭയപ്പെടുത്തുക. ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉദ്ദേശങ്ങളാണ്. അതുകൊണ്ടാണ് ശ്രീനിവാസനെ അവർ ടാർഗറ്റ് ചെയ്തത്. ഇതുകൂടാതെ ഇവരുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്സ്, ഇവരുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്സ്, അത് ഇത് അവർ തന്നെ സമ്മതിക്കുന്നു. ഐ കെയിം ടു നോ അബൌട്ട് ഇന്ത്യ 2047 പ്ലാൻ ഓഫ് PFI ത്രൂ ദ ഓഡിയോ മെസ്സേജസ് സർക്കുലേറ്റഡ് സീക്രട്ട്ലി എമംഗ് ദ ഡെഡിക്കേറ്റഡ് കേഡേഴ്സ് ഓഫ് PFI വിത്ത് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ടു ഡിലീറ്റ് ദ വോയിസ് ക്ലിപ്സ് ആഫ്റ്റർ ലിസണിങ്. ഇങ്ങനെയാണ് ഈ അജണ്ട എനിക്ക് എഴുതി കിട്ടിയ PDF ആയിട്ട് കിട്ടിയ അജണ്ട ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ചത് വോയിസ് ക്ലിപ്പായിട്ടാണ്. ആ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം. എത്ര കൃത്യമായ പ്ലാനിങ് ആണെന്ന് നോക്കണേ. അപ്പോൾ അതുകൂടാതെ ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ ദാറ്റ് എലിമിനേറ്റ് ദോസ് ഗോ എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് PFI. പോപ്പുലർ ഫ്രണ്ടിന് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നീങ്ങുന്നവരെയൊക്കെ ഗളച്ഛേദം ചെയ്ത് കളയുക, തീർത്ത് കളയുക. അവിടെ പിന്നെ ഹിന്ദു മുസ്ലിം നോട്ടമൊന്നുമില്ല. പോപ്പുലർ ഫ്രണ്ട് കാണിക്കുന്നത് തെമ്മാടിത്തരാണെന്ന് ഒരു മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ അവനെയും തട്ടും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ആര് നിൽക്കുന്നോ അവരെ തട്ടും. നോക്കണേ, ഇത് മുറുകി വരുമ്പോൾ വാശി കൂടി വരുമല്ലോ. ഏതെങ്കിലും ഒരു തലയ്ക്ക് വെളിവുള്ള മുസ്ലിം പറയും, എടാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാതെ, ഇതൊക്കെ മോശം, എന്ത് പൂകൃതികളാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരം, നിൻ്റെയൊക്കെ പേര് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. ആഹാ, പോലീസ് സ്റ്റേഷനിൽ പറയും, എന്നാൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് വയറ്റത്തോടെ ഒറ്റ കത്തി കയറ്റും. അപ്പോൾ അത് മുസ്ലിമാണോ നോട്ടമൊന്നുമില്ല. അത് ചതിയനാണ്, വഞ്ചകനാണ്. അവനുള്ള ശിക്ഷ ഖുറാനിൽ വേറെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒരു ന്യായമൊക്കെ അടിച്ചിട്ട് ഖുറാൻ 12:11 ഇങ്ങനെയൊക്കെ കുറേ നമ്പറൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് അവനെ അങ്ങ് തട്ടും. ഇതാണ് പരിപാടി. അത് കഴിഞ്ഞ് ഇവർ പറയുന്നു PFI ദെയർ സീക്രട്ട് വിങ് കോൾഡ് റിപ്പോർട്ടേഴ്സ് വിങ്. പോപ്പുലർ ഫ്രണ്ടിനൊരു റിപ്പോർട്ടേഴ്സ് വിങ് ഉണ്ട്. It is submitted that documents containing the hit list of about 240 persons of other community, document numbers 242 to 245, 250, 252, 254 were seized from the accused Sirajuddin. സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്ന് കുറേ ഡോക്യുമെൻ്റ് പിടിച്ചെടുത്തു. അതിനകത്ത് ഒരു 240 അമുസ്ലിങ്ങളുടെ പേരുണ്ട്, നോൺ മുസ്ലിംസ്. അവരുടെ പേരുണ്ട് 240. ഇത് 17/9/2022 പിടിച്ചെടുത്ത ഡോക്യുമെൻ്റാണ് ഇയാളുടെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞു
Document number 246 is a route map and document number 251 is a photo of the main witness who identified the assailants. Protected document number 1 is the witness to the search list dated 22/9 prepared at Periyar Valley campus at Aluva. ഒരു റൂട്ട് മാപ്പും പിന്നെ ഒരു ഫോട്ടോയും സംഗതിയും ഒക്കെ ആയിട്ട് അതും കിട്ടിയിട്ടുണ്ട്. ഇതിൽ പ്രൊട്ടക്റ്റഡ് വിറ്റ്നസ്, പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻറ്റ്, രണ്ട് വാക്കുകളുണ്ട്. പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക് കിട്ടില്ല. പ്രൊട്ടക്റ്റഡ് വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സംരക്ഷണയിലുള്ള സാക്ഷി, അപകടപ്പെടുത്താനോ അപായപ്പെടുത്താനോ സാധ്യതയുള്ള സാക്ഷി, അതാണ് പ്രൊട്ടക്റ്റഡ് വിറ്റ്നസ്. നമുക്കൊരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമൊക്കെ ഉണ്ട്. ആ കേസിൻ്റെ ഗൗരവമനുസരിച്ച് അതിൽ സാക്ഷി, പ്രോസിക്യൂഷൻ സാക്ഷിക്ക് സംരക്ഷണം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി ആ സംരക്ഷണം ഏർപ്പാട് ചെയ്തതാണ് പ്രൊട്ടക്റ്റഡ് വിറ്റ്നസ്. പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് കാണാം, പ്രോസിക്യൂഷന് ഓഫ് കോഴ്സ് പ്രോസിക്യൂഷനാണ് പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. എതിർപക്ഷത്തിന് കാണാമോ എന്നെനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് ട്രയൽ കോടതിയിൽ ഇത്തരം കേസുകൾ വാദിക്കുന്ന പ്രഗത്ഭന്മാരായ വക്കീലന്മാരോട് ചോദിച്ചാലേ അറിയാവുള്ളൂ. അങ്ങനെ ഒരാളെ ഈ സമയത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയില്ല. ഏതായാലും കോടതിയിൽ കൊടുക്കുന്ന കടലാസ് ആയതുകൊണ്ട് മറുഭാഗത്തിനും അത് കാണാനൊരു അവസരം കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും 240 പേര് ഒരു ഡോക്യുമെൻറ്റിൽ, 5 പേര് അടുത്ത ഡോക്യുമെൻറ്റിൽ, അതിൽ ഇൻക്ലൂഡിങ് 1 ഫോർമർ ഡിസ്ട്രിക്ട് ജഡ്ജ് ഓഫ് കേരള. ഒരു മുൻ ഡിസ്ട്രിക്ട് ജഡ്ജ്, പേര് പറയുന്നില്ല. ഈ 5 മാന്യന്മാരുടെ പേരിൽ 1 മുൻ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. It is submitted that Periyar Valley campus is an AMS training center of PSI. പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു വലിയ കോമ്പൗണ്ടാണ് ഈ പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്. അവിടെ വലിയ സെക്യൂരിറ്റിയും സംഗതിയൊക്കെ ഉണ്ട്. അയ്യോ, ഉദ്ദണ്ഡൻ്റെ സാമ്രാജ്യം പോലത്തെയാണ്. ചുമ്മാ ഒന്നും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന കലാപരിപാടി. ആ ഭാഗത്തുള്ള ആലുവ ഭാഗത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പുറത്തുനിന്നുള്ളവർ ഇത് ശ്രദ്ധിക്കാറില്ല. ഇത് ഇച്ചിരി ഉള്ളിലേക്ക് മാറി. എന്നാൽ ആലുവാപ്പുഴയുടെ കരയിൽ തന്നെ, പെരിയാറിൻ്റെ കരയിൽ തന്നെയാണ്. അങ്ങനെ അതായി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആളിൻ്റെ പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റ് നമ്പർ 17, 24, 26, 27, 29, 31 ഓഫ് വേരിയസ് പേഴ്സൺസ് ഓഫ് അതർ കമ്മ്യൂണിറ്റി. നോൺ മുസ്ലിംസിൻ്റെ പിന്നെയും പെൻ ഡ്രൈവിൽ കണ്ടെയ്നിങ് ദ ഹിറ്റ് ലിസ്റ്റ് ഓഫ് 197 പേഴ്സൺസ്. ഇത് വേറൊരുത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതിൻ്റെയും മഹസറും സംഗതിയൊക്കെ ഉണ്ട്. 4/1/2023 അത് കിട്ടിയത്. ഇത് കഴിഞ്ഞു അടുത്തവൻ്റെ കയ്യിൽ നിന്ന്, അയാളുടെ പേരൊക്കെ ഉണ്ട്, മുഹമ്മദ് സാദിഖ്, അപ്രൂവറാണ് അയാൾ, മാപ്പ് സാക്ഷിയാണ്. ഇയാളുടെ കയ്യിൽ ഒരു ഹിറ്റ് ലിസ്റ്റുണ്ട്, പെർട്ടൈനിങ് ടു അബ്സ്കോണ്ടിങ് അയ്യൂബ് TA. ഇതിനകത്ത് ഇതുവരെ പിടികിട്ടാപ്പുള്ളിയായിട്ട് നടക്കുന്നൊരു അയ്യൂബിൻ്റെ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ഹിറ്റ് ലിസ്റ്റ് ഓഫ് അബൌട്ട് 500 പേഴ്സൺസ്. 500 പേരുടെ ലിസ്റ്റാണ്. ഇതുവരെ കിട്ടിയതിൽ വെച്ചുള്ള വമ്പൻ ലിസ്റ്റ് ഈ ലിസ്റ്റാണ്. മനസ്സിലായോ? ഈ ലിസ്റ്റുകളും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ശ്രീനിവാസൻ വധം നടത്തിയത് എന്നുള്ളതാണ് കേസ്. അതിലിനി എത്ര സാക്ഷിയുണ്ട്, എത്ര പ്രതിയുണ്ട്, എത്ര ഇതുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ. ഇപ്പോൾ ഇത് ജാമ്യാപേക്ഷയുടെ അവസ്ഥയാണിത്. ഇനി വിചാരണ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ സാധനം. അപ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കിയാലേ, ആദ്യം പറഞ്ഞ 240, പിന്നെ ഒരു 5 പേര്, പിന്നെ 197 പേര്, പിന്നെ 500, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 942 എൻ്റെ കണക്കിൽ വരുന്നത്. ഈ 2 ജഡ്ജ്മെൻറ്റും കൂടെ ചേർത്ത് വരുന്ന കണക്ക്. ഇതേ കണക്ക് മറ്റേ ജഡ്ജ്മെൻറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ആർഗ്യുമെൻറ്റ്സ് ആണല്ലോ. അവർക്കും ജാമ്യം കൊടുക്കാതിരിക്കാൻ കാരണങ്ങൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റും എന്തെങ്കിലും ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഒരു ജഡ്ജ്മെൻറ്റ് 45 പേജുണ്ട്, അടുത്തത് 43 പേജുണ്ട്. അപ്പോൾ 942 എന്നുള്ള ഫിഗറാണ് കിട്ടുന്നത്. ഇത് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പത്രക്കാർ 950 എന്ന് കൊടുത്തു കാണും. തെറ്റില്ലല്ലോ, തെറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കുടുക്കുള്ളത്, ആരാണ് ഈ 950 പേർ? ആരുമാകാം, ഇല്ലേ? ഞാനുമാകാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമാകാം.
നിങ്ങളിൽ നോൺ മുസ്ലിംസ് ഉണ്ടെങ്കിൽ അവരാകാം, ഒരുപക്ഷെ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരുമാകാം. പോപ്പുലർ ഫ്രണ്ടിനോട് യോജിക്കുന്നില്ലെങ്കിൽ മുസ്ലിങ്ങളെയും തട്ടിക്കളയും. അതാണ് അവരുടെ തിയറി. 2047 ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനിടയ്ക്ക് ആദ്യം നോൺ മുസ്ലിങ്ങളെ തട്ടും, പിന്നെ മുസ്ലിങ്ങളിൽ ഈ തലയ്ക്ക് വിളികളുള്ളവരുണ്ടല്ലോ അവരെയും തട്ടും. അപ്പോൾ അതാണ്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ 4% ഇവരുടെ ലിസ്റ്റിലുള്ളവരായിരിക്കാം. ഒരുപക്ഷെ ഞാനും ആ ലിസ്റ്റിലുണ്ടാകും. ഇതാർക്കറിയാം? ഇതൊരു പാരയല്ലേ വാസ്തവത്തിൽ. 950 പേരുടെ ലിസ്റ്റിൻ്റെ പുറത്ത് ഒരു സെഷൻസ് ജഡ്ജി അടയിരിക്കുകയാണ് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ. ഇതാരാണെന്ന് ആർക്കും അറിയാമല്ല. വാസ്തവത്തിൽ ഈ ലിസ്റ്റ് പുറത്തു വിടുകയല്ലേ വേണ്ടത്? ഈ ലിസ്റ്റും പേരും പുറത്തു വിടുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന ആൾക്കാർ ലിസ്റ്റിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നോക്കിയുമ്പോൾ എൻ്റെ പേരില്ല. ആശ്വാസമായി. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എന്ന് വിചാരിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട് ഇല്ലാതൊന്നും ആയിട്ടില്ല. അത് SDPI എന്നുള്ള പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് നമുക്കറിയാമല്ലേ. ഇതാരെ പറ്റിയാണ്? പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, 2022 നിരോധിച്ചു. ഇപ്പോൾ 2 വർഷം കൂടെ കഴിഞ്ഞാൽ നിരോധനം അതിൻ്റെ പാട്ടിന് 5 വർഷത്തേക്കാണ് നിരോധിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് വിചാരിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയല്ല. ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ പോപ്പുലർ ഫ്രണ്ടിനെ പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്ത് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണെങ്കിൽ തൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിസ്റ്റിൽ കാണിക്കുക. ലിസ്റ്റിലില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അല്ല, ലിസ്റ്റിലൊന്നും ചേർത്തിട്ടില്ല, അവരെ ഒരു 5 വർഷത്തേക്ക് നിരോധിച്ചിരിക്കുക. 5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഞങ്ങളത് പുനഃപരിശോധിച്ചിട്ട് വീണ്ടും നിരോധനം നീട്ടിവെച്ചു എന്ന് വരാം. ഏതായാലും ഇപ്പോൾ 5 വർഷത്തേക്കുള്ള നിരോധനമേ ഉള്ളൂ. അവർക്ക് SDPI ആയിട്ട് പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. അവരെ കുറേ നേതാക്കളെ പിടിച്ചകത്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ബാക്കിയുള്ളവരെല്ലാം കട്ടായന്മാർ പുറത്ത് നിൽപ്പില്ലേ SDPIയുടെ കൊടിയും വെച്ച്. മാത്രമല്ല മറ്റ് പല പാർട്ടികളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കൊരാളെ കൊല്ലാൻ ഡിറ്റർമിനേഷൻ മാത്രം മതി. മമ്മൂട്ടി പറഞ്ഞ ഡിറ്റർമിനേഷൻ മതി, കഴിഞ്ഞു. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾ കൊന്നിരിക്കും. ഞാൻ കഴിഞ്ഞൊരു രാമൻ പോലീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നക്സലൈറ്റുകളുടെ കത്ത് കിട്ടിയ പുള്ളി പറഞ്ഞു ഇത് തമാശയായിരിക്കും, അല്ല ഇത് സീരിയസ് ആണെങ്കിൽ ഞാൻ വന്നിട്ട് കാര്യമില്ല, അവർ കൊല്ലും എന്ന് പറയണ മാതിരി ഇവർ കൊല്ലും. ഇതാരെ കൊല്ലും? എന്നെ കൊല്ലുമോ എന്ന് മനുഷ്യരെ ആദ്യം പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതിന് പകരം കൊല്ലപ്പെടാൻ സാധ്യതയുള്ള 950 പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ 950 പേര് പേടിച്ചാൽ മതിയല്ലോ. ഞാനീ നേരത്തെ പറഞ്ഞ 2.25 കോടിയും പേടിക്കണ്ടല്ലോ. അതിലും എത്രയോ ഭേദമല്ലേ 950 പേര് പേടിക്കുന്നു. മാത്രമല്ല അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുടെ പ്രൊട്ടക്ഷനോ എന്തെങ്കിലും വടിയോ പത്തലോ ഒക്കെ ആയിട്ട് നടക്കാമല്ലോ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ അച്ഛനൊക്കെ പറയും, എടാ ഒരു വടിയോ പത്തലോ എന്തെങ്കിലും എടുക്കും, വഴിയിൽ പട്ടി ഉണ്ടാകും, ഒരു സേഫ്റ്റി എന്ന് പറയുന്ന പോലെ ഈ 950 പേര് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്കൊരു സേഫ്റ്റിക്കായിട്ട് അവരുടെ കയ്യിലൊരു വടിയോ പത്തലോ കൊണ്ട് നടക്കാമല്ലോ. അവർക്ക് സ്വന്തം സുരക്ഷ നോക്കണ്ടേ. ഈ നാട്ടുകാർ മുഴുവൻ ഈ 2.25 കോടി ആൾക്കാർ പത്തലുമായിട്ട് നടക്കുന്ന കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇതാർക്കും പിടിയില്ല ഇതാരാണ്. പണ്ട് സുപ്രീം കോടതിയിൽ ശാന്തിഭൂഷൺ, ഇപ്പോഴത്തെ പ്രശാന്ത് ഭൂഷൻ്റെ അച്ഛൻ ശാന്തിഭൂഷൺ, അങ്ങനെ കൊള്ളാവുന്ന മനുഷ്യനായിരുന്നു. ഇയാളെ പോലെ ഊച്ചാളിയില്ല കേട്ടോ, അയാൾ കൊള്ളാവുന്ന മനുഷ്യൻ. പുള്ളി സുപ്രീം കോടതിയിൽ ഒരു ദിവസം പറഞ്ഞു, ഈ കോടതിയിലെ 65% ജഡ്ജിമാർ അഴിമതിക്കാരാണ്. സുപ്രീം കോടതി ജഡ്ജിമാരങ്ങ് തുമ്മിത്തെറിച്ചു. എന്ത് പോക്കൃത്തരാണിത്, നിങ്ങളെല്ലാവരെയും കള്ളന്മാരാക്കി. അങ്ങനെ ചോദിച്ചാൽ എന്താ എല്ലാവരെയും കള്ളന്മാർ? ഞാൻ 65% പേരാണ് പറഞ്ഞത്, ബാക്കി 35 നല്ലതാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, 65% ആരാണെന്ന് നിങ്ങൾ പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർ നിഷ്കളങ്കരാണെന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഓരോ ജഡ്ജിയും ഈ 65-ൽ പെട്ടതാണെന്ന് നാട്ടുകാർ കരുതും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ശാന്തിഭൂഷൺ പറഞ്ഞു, യു ഹാവ് എ പോയിൻ്റ് യുവർ ഓണർ, ഞാൻ അവരുടെ പേരുകൾ തരാമെന്ന് പറഞ്ഞു. 65% ജഡ്ജിമാർ, അഴിമതിക്കാരായ ജഡ്ജിമാരുടെ പേരെഴുതി ഒരു കവറിൽ സീൽ ചെയ്തിട്ട് ചീഫ് ജസ്റ്റിസിന് അങ്ങ് കൊടുത്തു ഓപ്പൺ കോർട്ടിൽ. ഇത് തുറന്നു നോക്കി ജഡ്ജിമാർ ഞെട്ടിപ്പോയി. അതുപോലെ സീൽ ചെയ്ത് വെച്ചിരിക്കുക, ഇന്നും വെച്ചിരിക്കുന്നു. ശാന്തിഭൂഷൺ മരിച്ചും പോയി. ശാന്തിഭൂഷൺ ഇവർ പേടിപ്പിച്ചതാണ്, നിങ്ങൾ തെളിവ് തരേണ്ടി വരും. ശാന്തിഭൂഷൺ പറഞ്ഞു, ഞാൻ തെളിവ് തന്നോളാം, ഞാൻ ഉത്തരവാദിത്തത്തോടെ, ഞാൻ ഈ കോടതിയിലൊരു വക്കീലാണല്ലോ, സീനിയർ വക്കീലാണ് ഞാൻ,
ഞാൻ എഴുതി തന്നതാണ്, അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ ഈ കവർ തുറന്നു കഴിഞ്ഞപ്പോൾ ജഡ്ജിമാർ നോക്കിയപ്പോൾ ഇത് പേശക്കാം. ഇതിലും ഭേദം ആരാണ് ഈ 65% എന്ന് നാട്ടുകാരെ അന്വേഷിച്ച് നടക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കള്ളന്മാരാണെന്ന് വിചാരിച്ചിട്ട് എന്ത് വാങ്ങിക്കോട്ടെ, ഈ കവറിലിരിക്കുന്ന പേരുകൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറല്ല. ആ കേസ് അവിടെ കഴിഞ്ഞു. ഇതാണ് ഈ പേര് പറഞ്ഞില്ലെങ്കിൽ ഉള്ള കുഴപ്പം. പേര് പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. പക്ഷേ ഈ NIA കേസിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പേരുകൾ പുറത്ത് പറയുക. ഇതിന് വേറൊരു ആംഗിൾ കൂടെയുണ്ട്. ഇപ്പോൾ നാളെ സമൂഹത്തിൽ നോൺ മുസ്ലിമായ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡർ കൊല്ലപ്പെടും സംശയിക്കുന്നു. SDP ആയിരിക്കും, പോപ്പുലർ ഫ്രണ്ട് ആയിരിക്കും എന്ന് സംശയിക്കപ്പെടുന്നു. അന്വേഷിച്ച് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് SDP അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുള്ള 3-4 പേരെയാണ്. സംശയത്തിൻ്റെ പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുമല്ലേ. ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഹൈക്കോടതിയിൽ പോകുന്നു. ഈ NIAയുടെ കയ്യിൽ 950 പേരുടെ ലിസ്റ്റിൽ എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ പേരുണ്ടായിരുന്നു എന്നും ആ പേര് വെളിപ്പെടുത്തിയോ വെളിപ്പെടുത്താതെയോ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാമായിരുന്നു എന്നും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് NIA ആണ് ഉത്തരവാദി എന്നും, അതുകൊണ്ട് NIA ഞങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്താൽ NIA എന്ത് ചെയ്യും? സത്യമല്ലേ? NIAയുടെ ലിസ്റ്റിൽ പേരുള്ള ഒരാൾ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് വിചാരിക്കുക. NIA എന്ത് ചെയ്യും? ലിസ്റ്റിൽ നിന്ന് പേരെടുത്ത് കളയാൻ പറ്റുമോ? ആ സമയത്ത് ഇടാ കുഴപ്പമായി, മറ്റേ പേര് വിട്ടിക്കളാ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ NIA കോടതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞു. ഈ ലിസ്റ്റ് കോടതി പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റായിട്ട് വെച്ചിരിക്കുന്നു. ഹൈക്കോടതി പറയുകയാണ് കൊണ്ടുപോകാ പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റ് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൊടുക്കണ്ടേ? അന്ന് തിരുത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ ബന്ധു ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് വന്നാലോ യാദർച്ഛികമായിട്ട് ഞാൻ സാങ്കല്പികമായിട്ട് പറയുകയാണ്, 950 പേരുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ കൊല്ലുകയും ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ NIA കുടുക്കിലാകും. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നെ. ഇപ്പോൾ NIA കൊടുത്ത ലിസ്റ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താ അപകടം ഉണ്ടാകുക? 950 പേരും അവരുടെ കുടുംബക്കാരും ഒക്കെ പേടിക്കും. 950 പേർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഫോൾ ഔട്ട്. ഈ ലിസ്റ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ, പുറത്ത് വിട്ടില്ലെങ്കിലുള്ള ഫോൾ ഔട്ട് അതിലും ഭീകരമായിരിക്കും. അതെപ്പോൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് പുറത്ത് വിടണമെന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞ അപകടം സംഭവിച്ചു എന്ന് വയ്ക്കുക, ആരും കാണാത്ത ലിസ്റ്റിലെ പേരുകാരൻ യാദൃച്ഛികമായിട്ട് ഈ പറഞ്ഞ കക്ഷികളുടെ തന്നെ കൈക്ക് മരിച്ചു പോവുക, അയാളുടെ ബന്ധുക്കൾ കേസുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുക. ആ സമയത്ത് ഈ ലിസ്റ്റ് ഹൈക്കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. അന്ന് ഇതേ ചോദ്യം വരും. ശരി, ഈ ഒരാളെ കൊന്നു, നിങ്ങൾ ലിസ്റ്റ് പുറത്തു വിട്ടില്ല, അതുകൊണ്ട് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു, ഇനിയുള്ള ലിസ്റ്റെങ്കിലും പുറത്തു വിട് എന്ന് പറയും. 950-ൽ 949 കൊല്ലപ്പെടാതെ നിൽക്കുകയാണ്, ഇനിയെങ്കിലും പുറത്തു വിടുറോ എന്ന് പറയില്ലേ? എനിക്കറിയില്ല. ഇങ്ങനത്തെ ഇടാകൂടൊക്കെ NIA ഉണ്ടാക്കി വെച്ചാൽ എന്ത് ചെയ്യും? കോടതിക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ഈ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രഹസ്യമായിട്ട് വയ്ക്കുകയല്ല, കോടതിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റായിട്ട് കോടതി വെച്ചു. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആരുടെയെങ്കിലും പേര് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കോടതിയുടെ തലയിൽ കയറും. പിന്നെ അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ഡോക്യുമെൻ്റായിട്ട് വെച്ചു. ഞാനിപ്പോഴും NIAയോട് ആവശ്യപ്പെടുന്നത് പ്ലീസ് റിലീസ് ദിസ് ലിസ്റ്റ് ഇൻ പബ്ലിക് ആൻഡ് കിൽ ദ ഇഷ്യൂ, kill the fear at now itself. Otherwise, you are going to face very grave consequences. I don't know, I will not predict what it will be, but my sane advice to you as a citizen of this country is that, Mr. NIA, please release the list, open the list, let people know who is going to kill whom, so that they can take some preventive measures or protective measures. Thank you.